വെൽക്കം യു ഓൾ. ഈ വീഡിയോയിലൂടെ നമുക്കിന്ന് ഗ്രാഫ് ഡേറ്റ സ്ട്രക്ചറിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഓപ്പറേഷനായ ഇൻസേർട്ട് ഓപ്പറേഷൻ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോസിലൂടെ ഒക്കെ പറഞ്ഞിരുന്നു, ഇൻസേർട്ട് രണ്ട് രീതി ചെയ്യാം. ഒന്നുകിൽ നോഡ് ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു എഡ്ജിനെ വേണമെങ്കിലും നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ട് ഇൻസേർഷൻ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കും. എങ്ങനെയാണ് നോഡ് ഇൻസേർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് എഡ്ജ് ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രീ ലിസ്റ്റിലേക്ക് ആദ്യം ഒന്ന് പോകാം. എൻ്റെ കൂടെ ഫ്രീ ലിസ്റ്റിലേക്കൊന്ന് വരിക. ഓക്കെ, ഫ്രീ ലിസ്റ്റ് എവിടെ തുടങ്ങുന്നത്? 5 എന്നാണ് കിടക്കുന്നത് അല്ലേ? വിച്ച് മീൻസ് ഫ്രീ ലിസ്റ്റ് ബിഗിൻസ് അറ്റ് ലൊക്കേഷൻ 5. അപ്പോൾ ഫ്രീ ലിസ്റ്റ് 5ാമത്തെ ലൊക്കേഷനിൽ തുടങ്ങുന്നു. ശരി, 5ന് ശേഷം പിന്നെ ഏതൊക്കെ ലൊക്കേഷൻസ് ഫ്രീ ആയിട്ടുണ്ട്? 5ന് ശേഷം 1ലേക്ക് പോവുക. 5ന് ശേഷം 1ലേക്ക് പോവുക. അപ്പം നെക്സ്റ്റ് ഫ്രീ ലൊക്കേഷൻ 1 ആണ്. അപ്പോൾ ഇതിന് എന്ത് മനസ്സിലായി? ആദ്യത്തെ ഫ്രീ ലൊക്കേഷൻ ഇവിടെ തുടങ്ങുന്നു. 5th ലൊക്കേഷൻ ഫ്രീ ആണ്, യു ക്യാൻ യൂസ് ഇറ്റ്. 5ന് ശേഷം പിന്നെ ഏത് ലൊക്കേഷൻ ഫ്രീ ആണ്? 1 ഫ്രീ ആണ്. അപ്പോൾ 5ന് ശേഷം 1 എന്ന ലൊക്കേഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 1ന് ശേഷമോ? 1ന് ശേഷം 3യിലേക്ക് പോവുക. 3യിൽ ചെന്നപ്പോൾ 3യും ഫ്രീയാണ്. 3ക്ക് ശേഷമോ? 8ലേക്ക് പോവുക. അപ്പോൾ 8ൽ ചെന്നു. 8ൽ ചെന്നപ്പോൾ 8ഉം ഫ്രീ. ഓക്കെ, 8ന് ശേഷമോ? 10ലേക്ക് പോവുക. 10ൽ ചെന്നപ്പോൾ 10ഉം ഫ്രീ. 10ന് ശേഷം 0 എന്ന് പറഞ്ഞാൽ ഫ്രീ ലിസ്റ്റ് എൻഡായി. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ കുറേ കളക്ഷൻ ഓഫ് ഫ്രീ സ്പേസസ് ആണ് നമുക്കുള്ളത്. ആ ഫ്രീ സ്പേസസിൻ്റെ കളക്ഷനിലെ ആദ്യത്തെ ഫ്രീ സ്പേസിനെ പോയിൻ്റ് ചെയ്യുന്ന ഒരു പോയിൻ്ററാണ് അവെയിൽ എൻ. മനസ്സിലായോ? ഇതുപോലൊരു ഫ്രീ ലിസ്റ്റിനെ പോയിൻ്റ് ചെയ്യുന്നൊരു പോയിൻ്ററാണ് അവെയിൽ ഇ. നോഡുകളുടെ ആവശ്യത്തിന് ഈ ലിസ്റ്റും എഡ്ജുകളുടെ ആവശ്യത്തിന് അവെയിൽ ഇ പോയിൻ്റ് ചെയ്യുന്ന ലിസ്റ്റിലുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇൻസേർഷനാണ്. ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ മെമ്മറി ആവശ്യമാണ്. അവെയിൽ ലിസ്റ്റിലെ ആദ്യത്തെ സ്പേസ് ആയിരിക്കും, ഫസ്റ്റ് ലൊക്കേഷൻ ഓഫ് അവെയിൽ ലിസ്റ്റ് ആയിരിക്കും നമ്മൾ ഇൻസേർഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ കോൺസെപ്റ്റിലേക്ക് വരാം. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഈ ഗ്രാഫിലേക്ക് ഞാൻ പുതിയ ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആ നോഡാണ് എഫ്. എഫ് ഇൻസേർട്ട് ചെയ്ത ശേഷം എഫിൽ നിന്ന് ഇയിലേക്ക് ഒരു എഡ്ജ് കൂടി ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആദ്യം എഫ് എന്ന നോഡ് ഇൻസേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം എഫിൽ നിന്ന് ഇയിലേക്ക് ഒരു എഡ്ജ് കൂടി ഇൻസേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരു എഡ്ജ് നമ്മൾ വരയ്ക്കണം. ആരെ കണക്ട് ചെയ്യുന്ന രീതിയിൽ? എഫിനെ ഇയിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു എഡ്ജ് വരയ്ക്കണം. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ടു ഇ ആയിരിക്കണം. എഫിൽ നിന്ന് ഇയിലേക്ക് പോകുന്ന രീതിയിലായിരിക്കണം എഡ്ജ് വരയ്ക്കേണ്ടത്. ഇതിൽ നിന്ന് വ്യക്തമാണ് എഫ് ഈസ് അഡ്ജസൻറ്റ് ടു ഇ, ബട്ട് ഇ ഈസ് നോട്ട് അഡ്ജസൻറ്റ് ടു എഫ്. ഇ എഫിന് അഡ്ജസൻ്റ് അല്ല, എഫ് ഇക്ക് അഡ്ജസൻ്റ് ആണ്. കാരണം എഫിൽ നിന്ന് ഇയിലേക്ക് പോകാൻ പറ്റും, അതുകൊണ്ട് എഫ് ഈസ് അഡ്ജസൻറ്റ് ടു ഇ. ഇയിൽ നിന്ന് എഫിലേക്ക് വരാൻ സാധിക്കില്ല, സോ ഇ ഈസ് നോട്ട് അഡ്ജസൻറ്റ് ടു എഫ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. എഫ് ആഡ് ചെയ്യണം, എഫിൽ നിന്ന് ഇയിലേക്ക് ഒരു എഡ്ജും ആഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് നേരെ ഇതിലേക്ക് പോകാം. അപ്പോൾ പുതിയൊരു നോഡാണ് ആഡ് ചെയ്യേണ്ടത്. ആദ്യം നോഡ് ആഡ് ചെയ്യണമെങ്കിൽ എനിക്ക് സ്പേസ് വേണം. എവിടെ നിന്ന് സ്പേസ് എടുക്കും? അവെയിൽ എൻ എന്ന് പറയുന്ന ഈ ഫ്രീ ലിസ്റ്റിൽ നിന്ന് വേണം സ്പേസ് എടുക്കാൻ. എവിടെ നിന്ന്? ഫസ്റ്റ് ലൊക്കേഷനിൽ നിന്ന്. അപ്പോൾ അവെയിലിൽ ചെന്നപ്പോൾ അവിടെ 5 എന്നാണ് വാല്യൂ കിടക്കുന്നത്. വിച്ച് മീൻസ് ഫസ്റ്റ് ഫ്രീ ലൊക്കേഷൻ ഈസ് അറ്റ് പൊസിഷൻ 5. അങ്ങനെ ഞാൻ 5ൽ ചെന്നു. 5ൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഫസ്റ്റ് ഫ്രീ ലൊക്കേഷൻ ഇങ്ങെടുത്തെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടേക്ക് പുതിയൊരു എലമെൻറ്റിനെ ആഡ് ചെയ്യാൻ ഒക്കുള്ളൂ. അപ്പോൾ ഫ്രീ ലിസ്റ്റ് ഇങ്ങനെ കിടക്കുക. ഫസ്റ്റ് ഫ്രീ ലിസ്റ്റ് 5 എന്ന് പറയുന്ന ലൊക്കേഷനിൽ, സെക്കൻഡ് ഫ്രീ ലിസ്റ്റ് 1 എന്ന് പറയുന്ന ലൊക്കേഷനിൽ, തേർഡ് ഫ്രീ ലൊക്കേഷൻ 3 എന്ന് പറയുന്നിടത്ത്, അത് കഴിഞ്ഞ് പിന്നെ 8 എന്ന് പറയുന്ന പൊസിഷൻ, പിന്നെ 10 എന്ന് പറയുന്ന പൊസിഷൻ. ഇത്രയും പൊസിഷൻസാണ് ഫ്രീ. ഫസ്റ്റ് ഫ്രീ പൊസിഷൻ 5, സെക്കൻഡ് ഫ്രീ പൊസിഷൻ 1, തേർഡ് ഫ്രീ പൊസിഷൻ 3, പിന്നെ 8, പിന്നെ 10. ഇത്രയും ഫ്രീ പൊസിഷൻസ് നമുക്കുണ്ട്.
അതിലെ 5 എന്ന് പറയുന്ന ഈ പൊസിഷൻ ഞാനിഞ്ഞ് എടുത്തു. എന്തിനു വേണ്ടി? എഫ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി. അങ്ങനെയെങ്കിൽ ഇനി ഫ്രീ ലിസ്റ്റ് എവിടെ മുതലേ തുടങ്ങുള്ളൂ? നേരത്തെ ഫ്രീ ലിസ്റ്റ് ഇവിടെ ആയിരുന്നു തുടങ്ങുന്നത്. പക്ഷേ ആ ഫസ്റ്റ് ലൊക്കേഷൻ ഞാനിഞ്ഞ് സ്റ്റോറേജിന് വേണ്ടി എടുത്താൽ ഇനി ഫ്രീ ലിസ്റ്റ് എവിടെ തുടങ്ങണം? 1-ൽ തുടങ്ങണം. അത് മനസ്സിലായോ? നേരത്തെ 5-ലായിരുന്നു തുടങ്ങിയിരുന്നത്. ആ 5 എന്ന് പറയുന്ന പൊസിഷൻ ഞാൻ സ്റ്റോറേജിന് വേണ്ടി എടുത്താൽ ഇനിയും ഫ്രീ ലൊക്കേഷൻ 1-ൽ തുടങ്ങണം. ആ അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ വരുത്താൻ പോകുന്നു. എങ്ങനെ വരുത്തും? അവയിലിനകത്ത് ഇപ്പോൾ 5 എന്നാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫ്രീ ലിസ്റ്റ് 5 എന്ന് പറയുന്ന ലൊക്കേഷനിൽ തുടങ്ങുന്നു എന്നർത്ഥം. ഈ ലൊക്കേഷൻ ഞാൻ സ്റ്റോറേജിന് വേണ്ടി സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ഉടൻ തന്നെ അവയിൽ ലിസ്റ്റിലെ അടുത്ത പൊസിഷനെ അവയിൽ പോയിൻ്റ് ചെയ്യണം. നേരത്തെ വരച്ച ഫിഗർ ഓർമ്മയുണ്ടായിരിക്കും. ഇങ്ങനെയാണ് ഞാൻ വരച്ചിരുന്നത്. ഇത് 5, ഇത് 1, ഇത് 3, ഇത് 8, ഇത് 10. ഈ 5 എന്ന് പറയുന്ന പൊസിഷൻ എഫ് സ്റ്റോർ ചെയ്യാൻ ഞാൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അവയിലിനകത്ത് നേരത്തെ 5 എന്ന വാല്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 5 മാറ്റി ഇനി ഞാൻ 1 എന്ന് സെറ്റ് ചെയ്യണം. എങ്കിലേ എന്താവൂ അർത്ഥം? അവയിൽ ഇനി 1-നെ പോയിൻ്റ് ചെയ്യുന്നു എന്നർത്ഥം ആവുകയുള്ളൂ. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ വാല്യൂവിനെ മാറ്റുക. എന്നിട്ട് അവിടെ എന്ത് സ്റ്റോർ ചെയ്യും? 5 എന്ന് പറയുന്ന പൊസിഷൻ നമ്മൾ സ്റ്റോറേജിന് വേണ്ടി എടുക്കുമ്പോൾ 5-ന് ശേഷമുള്ള ലൊക്കേഷൻ അടുത്ത അവയിൽ ലിസ്റ്റിൻ്റെ ബിഗിനിങ് ആയി മാറുന്നു. അപ്പോൾ 5-ന് ശേഷം അടുത്ത പൊസിഷൻ 1 ആയതുകൊണ്ട് ഇനി മുതൽ അവയിലിനകത്ത് എന്ത് വാല്യൂ സെറ്റ് ചെയ്യണം? അവയിലിനകത്തെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പം അവയിലിൻ്റെ വാല്യൂ 1 ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫ്രീ ലിസ്റ്റ് ഫസ്റ്റ് പൊസിഷനിൽ തുടങ്ങുന്നു എന്നർത്ഥമാവും. അപ്പോൾ ഇവിടെ വരുന്നതിന് പകരം ഫ്രീ ലിസ്റ്റ് എവിടെ പൊയ്ക്കോളും? ഇവിടെ പൊയ്ക്കോളും. മനസ്സിലായോ? ഇതാണ് നമ്മൾ ആദ്യം വരുത്തേണ്ട ഒരു മാറ്റം. എപ്പോൾ ഇൻസേർഷൻ ചെയ്താലും ഇൻസേർഷന് മുൻപ് നമുക്ക് സ്പേസ് ആവശ്യമാണ്. അവയിൽ നോഡാണ് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ അവയിൽ നോഡ് എന്ന ഫ്രീ ലിസ്റ്റിനെ സമീപിക്കുക. ആ ഫ്രീ ലിസ്റ്റിൻ്റെ ഫസ്റ്റ് ലൊക്കേഷൻ സ്റ്റോറേജിന് വേണ്ടി എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഫ്രീ ലിസ്റ്റിൻ്റെ തൊട്ടടുത്ത ലൊക്കേഷൻ ഫ്രീ ലിസ്റ്റിൻ്റെ ബിഗിനിങ് ആയി മാറുന്നു. അങ്ങനെ 5th ലൊക്കേഷൻ സ്റ്റോറേജിന് വേണ്ടി എടുക്കുമ്പോൾ അതിന് ശേഷമുള്ള ലൊക്കേഷൻ 1 ആയതുകൊണ്ട് ഇനിയും മുതൽ ഫ്രീ ലിസ്റ്റ് 1-ൽ തുടങ്ങും. സോ ഈ വാല്യൂ മാറ്റി ഇവിടെ 1 സ്റ്റോർ ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ മാറ്റം. അവിടെ 1 ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പോയിൻ്റർ ഇങ്ങോട്ട് പൊയ്ക്കോളും. അപ്പോൾ ഫ്രീ ലിസ്റ്റ് എവിടെ തുടങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-ൽ തുടങ്ങുന്നു. 1-ന് ശേഷം 3, 3ക്ക് ശേഷം 6 അല്ല 8, 8-ന് ശേഷം 10, 10-ന് ശേഷം 0. ഓക്കെ. അപ്പോൾ ഇനി നമ്മുടെ ഫ്രീ ലിസ്റ്റിൽ 4 ലൊക്കേഷൻസേ ഉള്ളൂ. 1, 3, 8 ആൻഡ് 10. ഫസ്റ്റ് ലൊക്കേഷൻ നമ്മളിഞ്ഞ് എടുത്തു. ഈ മാറ്റം ഓർമ്മ വേണം. ഇവിടെ 1 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഈ 1 എവിടെ നിന്ന് കിട്ടുന്നു? ഫസ്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കുക. ഫസ്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ സ്റ്റോറേജിന് വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നെക്സ്റ്റ് പൊസിഷനിൽ എന്ത് വാല്യൂ ആണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതാണ് നെക്സ്റ്റ് ഫ്രീ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ആ നെക്സ്റ്റ് ഫ്രീ ലൊക്കേഷൻ്റെ വാല്യൂ എന്താണോ അതായിരിക്കണം ഇനി മുതൽ അവയിലിൻ്റെ വാല്യൂ. മനസ്സിലായോ? അപ്പോൾ ഇത് ഒരു മാറ്റം. ഇനി എന്താ? അവയിൽ പോയിൻ്റർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഫ്രീ ലിസ്റ്റ് ഇനി മുതൽ 1-ാമത്തെ പൊസിഷനിൽ തുടങ്ങിയാൽ മതി എന്ന് നമ്മൾ പറഞ്ഞു. 5-ാമത്തെ പൊസിഷൻ നമ്മൾ ഫ്രീ ആക്കുകയും ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനിയും ചെയ്യേണ്ടത് എലമെൻറ്റിനെ ആഡ് ചെയ്യണം. അപ്പോൾ 5-ാമത്തെ പൊസിഷൻ്റെ ഇൻഫർമേഷൻ പാർട്ടിൽ ഞാൻ എലമെൻറ്റ് ആഡ് ചെയ്തു. ഇപ്പോഴും എൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. എന്താ? ഒറിജിനൽ ലിസ്റ്റിൽ ആദ്യം കിടക്കുന്ന എ, പിന്നെ കിടക്കുന്ന ബി, പിന്നെ കിടക്കുന്ന സി, പിന്നെ കിടക്കുന്ന ഡി, പിന്നെ കിടക്കുന്ന ഇ. ഇക്ക് ശേഷം ആരും ഇല്ലായിരുന്നു. പക്ഷേ ഇക്ക് ശേഷം ഇനി മുതൽ ഒരാളിനെ എനിക്ക് ആഡ് ചെയ്യണം, എഫ്. ഇക്ക് ശേഷമാണ് എഫ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ആദ്യം ഈ മാറ്റം, അതിനുശേഷം ഈ മാറ്റം, ഇനി ഇക്ക് ശേഷം എഫ് ആഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇക്ക് ശേഷം എഫ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇ എവിടാന്ന് അറിയണ്ടേ? ഇ എവിടാന്ന് അറിയണമെങ്കിൽ ആദ്യം സ്റ്റാർട്ടിൽ തുടങ്ങുന്നു. എയിലെത്തി, എയിൽ നിന്ന് ബിയിലെത്താം. അങ്ങനെ ബിയിലെത്തിയ ശേഷം അവിടെ നിന്ന് അടുത്ത നോഡിലേക്ക് പോയി. അങ്ങനെ ഞാൻ ഇവിടെ എത്തി സി കണ്ടുപിടിച്ചു. സിക്ക് ശേഷം അടുത്ത ലൊക്കേഷനിൽ പോയി അവിടെ നിന്ന് ഞാൻ ഡി കണ്ടുപിടിച്ചു. ഡിക്ക് ശേഷം അടുത്ത ലൊക്കേഷനിൽ പോയി ഞാൻ ഇ കണ്ടുപിടിച്ചു. ഇക്ക് ശേഷം ആരുമില്ല എന്നാണ് നമ്മൾ എഴുതിയിരുന്നത്. പക്ഷേ ഇക്ക് ശേഷം ഇനി ഒരാളുണ്ട്. അതാരാ? എഫ്. എഫ് ഇരിക്കുന്ന എവിടാ?
എഫ് ഇരിക്കുന്നത് 5 എന്ന് പറയുന്ന പൊസിഷനിലാണ് അല്ലേ. അപ്പോൾ ഇക്ക് ശേഷം ഈ 0 എന്ന് കിടക്കുന്നതിന് പകരം ആ 0യുടെ അവിടെ ഞാൻ 5 എന്ന് എഴുതും. എന്തിനാ? എയിൽ നിന്ന് ബിയിലേക്ക് എത്തി, ബിയിൽ നിന്ന് സിയിലേക്ക് എത്തി, സിയിൽ നിന്ന് ഡിയിലേക്ക് എത്തി, ഡിയിൽ നിന്ന് ഇ വരെ എത്തി. നേരത്തെ ഇക്ക് ശേഷം ആരും ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ 0 സ്റ്റോർ ചെയ്തിരുന്നത്. ഇനി മുതൽ ഇക്ക് ശേഷം ഒരാളുണ്ട്, അത് എഫ് ആണ്. എഫ് ഇരിക്കുന്ന ലൊക്കേഷൻ 5 ആയതുകൊണ്ട് ഇയുടെ നെക്സ്റ്റ് പൊസിഷനിൽ 5 എന്ന് സ്റ്റോർ ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ 5 എന്ന് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ വരെ വന്നു കഴിഞ്ഞാൽ ഇക്ക് ശേഷം ആര് എന്ന് ചോദിക്കുമ്പോൾ 5 എന്ന് കിടക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇവിടേക്ക് വരികയും അവിടെ നിന്ന് ലാസ്റ്റ് നോഡായ എഫിനെ കണ്ടെത്തുകയും ചെയ്യും. പക്ഷേ ഇനി ഒരു ചേഞ്ച് കൂടെ ബാക്കിയാണ്. എഫിന് ശേഷം മറ്റ് നോഡുകൾ ആരുമില്ല എന്നുകൂടി എഴുതണം. അപ്പം എഫിന് ശേഷം ഇനി ആരുമില്ല എന്ന് കാണിക്കാൻ ഇവിടെ ഒരു 0 കൂടി സ്റ്റോർ ചെയ്യുക. ഈ 4 മാറ്റങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തൊക്കെ? അവയിലിനകത്ത് നെക്സ്റ്റ് ഫ്രീ ലൊക്കേഷൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യുക. ഏത് വാല്യൂ ആണോ അവയിലിൽ നമ്മൾ എടുത്തത് ആ പൊസിഷനിലേക്ക് പുതിയ എലമെൻറ്റിനെ ആഡ് ചെയ്യുക. ഒറിജിനൽ ലിസ്റ്റിൻ്റെ എൻഡിൽ ചെന്നിട്ട് ആ എൻഡിൽ നിന്ന് അടുത്തത് പുതിയതായിട്ട് ആഡ് ചെയ്ത നോഡിലേക്ക് പോകുവാൻ വേണ്ടി ഇക്ക് ശേഷം എഫിലേക്ക് പോവാൻ എഫിൻ്റെ ലൊക്കേഷൻ ഇവിടെ സ്റ്റോർ ചെയ്യുക. എഫിന് ശേഷം ആരുമില്ല, ലിസ്റ്റ് എൻഡായി എന്ന് കാണിക്കാൻ ഇവിടെ ഒരു 0 സ്റ്റോർ ചെയ്യുക. ഈ 4 മാറ്റങ്ങൾ വരുത്തിയെങ്കിലേ പുതിയൊരു നോഡ് നമ്മുടെ നോഡ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നുള്ളൂ, ഗ്രാഫിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായോ? ഇതാണ് നോഡ് ഇൻസേർഷൻ. ഇനി എഡ്ജ് ഇൻസേർഷൻ കൂടി പറയാം. എഡ്ജ് ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു എഡ്ജ് ആഡ് ചെയ്യാൻ പോവുക. ഏത് എഡ്ജ് ആഡ് ചെയ്യുന്നത്? എഫിൽ നിന്ന് ഇയിലേക്കാണ് എഡ്ജ് ആഡ് ചെയ്യാൻ പോകുന്നത്. എഫിൻ്റെ എഡ്ജ് ആഡ് ചെയ്യുന്നുണ്ട്. എഫിൻ്റെ ഈ ലിങ്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലിങ്കിൽ ഇപ്പോൾ വാല്യൂസ് ഒന്നുമില്ല. അവിടെ എനിക്ക് ഒരു വാല്യൂ വേണം. എഡ്ജിനെ ആഡ് ചെയ്യേണ്ടത് കൊണ്ട് എനിക്ക് മെമ്മറി എടുക്കേണ്ടത് ആവശ്യമാണ്. ആദ്യം എനിക്കൊരു മെമ്മറി വേണം. അപ്പോൾ ഞാൻ ആരെ സമീപിക്കും? അവയിൽ ഇ എന്ന് പറയുന്ന ഈ ലിങ്കിനെ സമീപിക്കും, ഈ ലിസ്റ്റിനെ സമീപിക്കും. അവിടെ കിടക്കുന്ന വാല്യൂ 2 ആണ് എന്ന് പറഞ്ഞാൽ ഫ്രീ മെമ്മറി സ്റ്റാർട്ട്സ് അറ്റ് ലൊക്കേഷൻ 2. ഇവിടാണ് ഫ്രീ മെമ്മറി തുടങ്ങുന്നത്. അവിടുന്ന് എങ്ങോട്ട് പോകും? അവിടുന്ന് 5ലേക്ക് പോവുക. നെക്സ്റ്റ് ഫ്രീ ലൊക്കേഷൻ ഈസ് അറ്റ് 5. അപ്പോൾ 2 കഴിഞ്ഞാൽ 5. 5ൽ ചെന്നപ്പോൾ എനിക്ക് 8 എന്ന് മനസ്സിലായി. അതിൻ്റെ അർത്ഥം 5 കഴിഞ്ഞ് 8ലേക്ക് പോവുക. അപ്പോൾ 8ൽ ചെന്നപ്പോൾ നെക്സ്റ്റ് ഫ്രീ ലൊക്കേഷൻ കിട്ടി. 8ൽ ചെന്നിട്ട് 8 കഴിഞ്ഞ് എങ്ങോട്ട് പോകണം? 9ൽ പോകണം. അപ്പോൾ 9ൽ ചെന്നപ്പോൾ എനിക്ക് അടുത്ത ഫ്രീ ലൊക്കേഷൻ കിട്ടി. 9ൻ്റെ നെക്സ്റ്റ് 12ൽ പോവുക എന്ന് പറഞ്ഞാൽ 9 കഴിഞ്ഞ് അടുത്ത ഫ്രീ ലൊക്കേഷൻ 12 എന്ന് പറയുന്ന ലൊക്കേഷനിലാണ്. 12ൽ ചെന്നപ്പോൾ അതും ഫ്രീയാണ്. 12ന് ശേഷം നെക്സ്റ്റ് ഫ്രീ ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കിയപ്പോൾ 0 എന്ന് പറഞ്ഞാൽ ഇനി ഫ്രീ ലൊക്കേഷൻസ് ഒന്നുമില്ല, ഇത്രയും ഫ്രീയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഫ്രീ ലൊക്കേഷൻസ് ഏതൊക്കെയാണ് എന്നും മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഫ്രീ ലിസ്റ്റിൻ്റെ ഫസ്റ്റ് ലൊക്കേഷനാണ് നമ്മൾ സ്റ്റോറേജിന് വേണ്ടി എടുക്കുന്നത്. ഫസ്റ്റ് ലൊക്കേഷൻ എവിടെയാണ് തുടങ്ങുന്നത്? 2ൽ തുടങ്ങും അല്ലേ. അപ്പോൾ ഓൾറെഡി 2 പിന്നെ 5ൽ ചെന്നപ്പോൾ 8ൽ ചെന്നപ്പോൾ 9ൽ ചെന്നപ്പോൾ 12ന് ശേഷം 0. അപ്പോൾ ഇത്രയും ഫ്രീ ലൊക്കേഷൻസ് ആണ് നിലവിൽ എഡ്ജ് ലിസ്റ്റിനുള്ളത്. അതിലെ ഫസ്റ്റ് ലൊക്കേഷൻ 2 ആയതുകൊണ്ട് 2 എന്ന് പറയുന്ന ലൊക്കേഷൻ പുതിയ എഡ്ജിനെ സ്റ്റോർ ചെയ്യാൻ ഞാൻ ഇങ്ങെടുക്കുക. പുതിയ എഡ്ജിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ ഫ്രീ ലിസ്റ്റിലെ ഫസ്റ്റ് ലൊക്കേഷൻ ഞാൻ ഇങ്ങെടുക്കുക. അങ്ങനെ വന്നാൽ ഇനി ഫ്രീ ലിസ്റ്റ് എവിടെ നിന്ന് തുടങ്ങണം? 5 എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിന്ന് തുടങ്ങാവൂ. 2 ഞാനിങ്ങെടുത്തു. അപ്പോൾ 5 മുതലുള്ള ഫ്രീ ലൊക്കേഷൻസ്. അത്രയും ക്ലിയർ ആയോ? അപ്പോൾ ആ മാറ്റങ്ങൾ ഇനി നമുക്ക് വരുത്താം. അപ്പോൾ അവയിൽ ഇ എന്ന് പറയുന്നതിനകത്ത് നിലവിൽ 2 എന്നാണ് വാല്യൂ കിടന്നിരുന്നത്. ആ 2 മാറ്റി 2ന് ശേഷമുള്ള ലൊക്കേഷൻ്റെ പേര് ഞാൻ സ്റ്റോർ ചെയ്യാൻ പോകും. 2ന് ശേഷം ആരാ? 2ന് ശേഷം 5 ആണ്. അപ്പോൾ 2ന് ശേഷം 5 ആയതുകൊണ്ട് ഞാനിവിടെ 5 എന്ന് സ്റ്റോർ ചെയ്യും. എന്താ കാര്യം? 2 ഞാനിങ്ങെടുത്തു എഡ്ജിനെ സ്റ്റോർ ചെയ്യാൻ. അപ്പോൾ 2ന് ശേഷം ഇനിയും ഫ്രീ ആരാ? നെക്സ്റ്റ് ഫ്രീ 5 ആണ്. അപ്പോൾ 5 എന്ന് ഇവിടെ സ്റ്റോർ ചെയ്താൽ ഇതിൻ്റെ അർത്ഥം ഇനിയും മുതൽ എഡ്ജ് ആഡ് ചെയ്യേണ്ട അവസ്ഥ വന്നാൽ
ഫ്രീ ലൊക്കേഷൻ സ്റ്റാർട്ട്സ് അറ്റ് പൊസിഷൻ 5 എന്നാണ് അർത്ഥം. അപ്പം നേരെ 5ലേക്ക് പൊയ്ക്കോണം. കാരണം 2 ഞാനിങ്ങ് എടുത്തു. ഇനി മുതൽ 2 ഇല്ല. ഇനി മുതൽ എവിടെയേ ഉള്ളൂ? 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഈ മാറ്റം വരുത്തണം. അതെങ്ങനെ മാറ്റം വരുത്തും? എഡ്ജ് ലിസ്റ്റ്, എഡ്ജിൻ്റെ ഫ്രീ ലിസ്റ്റ് നിലവിൽ ഏത് ലൊക്കേഷനെയാണോ പോയിൻ്റ് ചെയ്യുന്നത് ആ ലൊക്കേഷൻ പുതിയ എഡ്ജിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ എടുക്കുമ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ലൊക്കേഷൻ്റെ വാല്യൂ ആയിരിക്കണം ഇനി മുതൽ അതിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ 2, 5, 8, 9 ആൻഡ് 12 എന്ന എഡ്ജ് ലിസ്റ്റിൽ നിന്ന് 2 ഞാൻ എഡ്ജിനെ സ്റ്റോർ ചെയ്യാൻ എടുക്കുമ്പോൾ ഇനി മുതൽ ഫ്രീ ലൊക്കേഷൻ 5 എന്ന് പറയുന്ന പൊസിഷനിൽ തുടങ്ങിയാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അവയിൽ ഇ എന്ന് പറയുന്ന ലിസ്റ്റ് ഇനിയും 5 എന്ന് പറയുന്ന ലൊക്കേഷനിൽ തുടക്കമിടും. ഫ്രീ ലിസ്റ്റ് ബിഗിൻസ് അറ്റ് പൊസിഷൻ 5. അപ്പോൾ 2 ഞാനിനി എടുത്തെന്ന് പറഞ്ഞു. 2ലാണ് ഞാനിനി പുതിയ എഡ്ജിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പോകുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് മാറ്റം വരുത്തണം? FE എന്ന് പറയുന്നൊരു എഡ്ജാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് അല്ലേ? FE എന്ന് പറയുന്നൊരു എഡ്ജിനെ ആഡ് ചെയ്യണമെങ്കിൽ എഫിൻ്റെ എഡ്ജ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എഫിൻ്റെ എഡ്ജ് ലിസ്റ്റ് ഇതാണ്. അവിടെ ചെന്ന് ഇവിടെ ഞാൻ 2 എന്ന് എഴുതണം. എന്നാലേ എഫിൻ്റെ എഡ്ജ് ലിസ്റ്റ് എവിടെയാണ് എന്ന ചോദ്യം വരുമ്പോൾ 2ലേക്ക് പോവുക എന്നർത്ഥം വരികയുള്ളൂ. അങ്ങനെ ഈ വാല്യൂ ഇവിടെ എഴുതി ചേർക്കുമ്പോൾ, അതായത് അവയിൽ ഈക്കകത്ത് നേരത്തെ 2 എന്ന വാല്യൂ ആയിരുന്നു. ആ 2 എന്ന് പറയുന്ന ലൊക്കേഷനാണ് എഡ്ജ് സ്റ്റോർ ചെയ്യാൻ ഞാൻ എടുത്തത്. എഡ്ജിനെ സ്റ്റോർ ചെയ്യാൻ എടുത്തത് കൊണ്ട് ഇതിൻ്റെ നെക്സ്റ്റ് വാല്യൂ നമ്മളിവിടെ സ്റ്റോർ ചെയ്തു. ഓക്കെ, ആ അവയിലിൽ നിന്ന് എടുത്ത വാല്യൂ എന്താണോ ആ വാല്യൂ ആണ് ഞാൻ ഇവിടെ എഴുതേണ്ടത്. അത് സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നു എന്നർത്ഥം. അങ്ങനെ F02 എന്ന് പറഞ്ഞാൽ എഫ് ആണ് നോഡ്. എഫിന് ശേഷം മറ്റാരും നോഡുകളായിട്ടില്ല. എഫിൻ്റെ എഡ്ജ് ലിസ്റ്റ് 2 എന്ന് പറയുന്ന ലൊക്കേഷനിൽ തുടങ്ങുന്നു. അങ്ങനെ 2ലെത്തുമ്പോൾ ഇതൊരു ലിങ്കാണ്. ആ ലിങ്ക് എന്തിനെ സൂചിപ്പിക്കണം? എഫിൻ്റെ എഡ്ജ് ലിസ്റ്റിൽ വരുന്ന നോഡ് ഏതോ ആ നോഡിലേക്ക് പോയിൻ്റ് ചെയ്യുക. നോഡ് ഏതാ? ഇ ആണ്. ഈ ഇരിക്കുന്ന പൊസിഷൻ ഏതാ? ഈ ഇരിക്കുന്ന പൊസിഷൻ ഇതാണ്. ഈ പൊസിഷനിലാണ് ഈ ഇരിക്കുന്നത്. അപ്പം ഞാനിവിടെ എന്ത് സ്റ്റോർ ചെയ്യണം? ഇവിടെ ഞാൻ ആദ്യം 6 എന്ന് സ്റ്റോർ ചെയ്യണം. വിച്ച് മീൻസ് 6 എന്ന് പറയുന്ന നോഡ് ലിസ്റ്റിൻ്റെ 6ാമത്തെ പൊസിഷനിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും? ഇ കിട്ടും. 6ാമത്തെ പൊസിഷനിൽ ചെന്നാൽ നിങ്ങൾക്ക് ഇ കിട്ടും. മനസ്സിലായോ? അപ്പോൾ അതൊന്ന് സ്റ്റോർ ചെയ്തു. ഇക്ക് ശേഷം മറ്റാരെങ്കിലും എഫിൻ്റെ അഡ്ജസൻ്റ് ലിസ്റ്റിൽ വരുന്നുണ്ടോ? ഇ അല്ലാതെ എഫിന് മറ്റാരും അഡ്ജസൻ്റ് ഇല്ല. എഫ് ഇപ്പോൾ ആഡ് ചെയ്തേ ഉള്ളൂ. എഫിന് ആകെ ഒരു എഡ്ജേ ഉള്ളായിരുന്നു. അത് എഫിൽ നിന്ന് ഇയിലേക്കാണ്, വേറെ ആരുമില്ല. അപ്പോൾ എഫിൻ്റെ അഡ്ജസൻസി ലിസ്റ്റിൽ ഇയെ കൂടാതെ മറ്റാരുമില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് നെക്സ്റ്റ് ലിങ്കിൻ്റെ അവിടെ ഒരു 0 കൂടി സ്റ്റോർ ചെയ്യണം. എന്താണ്? ഒരു 0 കൂടി സ്റ്റോർ ചെയ്യണം. ഇതിൻ്റെ അർത്ഥം എഫിൽ നിന്ന് നമ്മൾ എഡ്ജ് ലിസ്റ്റ് തപ്പി ഇ വരെ എത്തി. ഇക്ക് ശേഷം ആരുമില്ല എന്ന് കാണിക്കാൻ ആ ലിസ്റ്റ് എൻഡ് ആകുന്നു എന്ന് സൂചിപ്പിക്കാൻ ഇവിടെ ഒരു 0 ഇടുക. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നമ്മൾ പുതിയ ഒരു നോഡിനെയും പുതിയ ഒരു എഡ്ജിനെയും ഇൻസേർട്ട് ചെയ്യുന്നത്. ഇൻസേർഷൻ എന്താണെന്ന് ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു.